യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഹാലേലൂയ. രാജാതിരാജവേ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഹാലേലൂയ. കർത്താതി കർത്താവേ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദി നന്ദി കർത്താവേ. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിൽ മാത്രം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിപ്പ സർവ്വകൃപാലുമായിരിക്കുന്ന ദൈവം അടിയുടെ ജീവിതത്തിനും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹം നിന്നത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. അളവ് കൂടാതെ നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് സ്തോത്രം. നമ്മെ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മെ അതിശയമായിട്ട് ദൈവം നമ്മെ നടത്തി പരിപാലിക്കുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ പൽക്കാലം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുക. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. ദൈവം നമ്മെ അത്ഭുതകരമായി വഴി നടത്തും. ദൈവം നമ്മെ കൈവിട്ട് കളയുകയല്ല, ദൈവം നമ്മെ ഉപേക്ഷിച്ച് കളയുകയല്ല. അതേ സ്തോത്രം. ഉറപ്പോടും ധൈര്യത്തോടുമായിരിക്കുക. നമ്മെ സഹായിക്കുന്ന കർത്താവിന്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടും. ആമേ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. നാം അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടുപ്പാക്കുന്നു. പ്രിയമുള്ളവര്, നമുക്കെല്ലാം ഫലം കായ്ക്കണം എന്നുണ്ട്, അധികമായിട്ട് ഫലം കായ്ക്കണമെന്ന് ആഗ്രഹം. പക്ഷേ ഒരു ചെത്തി വെടുപ്പാക്കലിൽ കൂടി മാത്രമേ അധികമായി ഫലം കായ്ക്കുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ആ ചെത്തി വെടുപ്പാക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില മുറിവുകൾ ഉണ്ടാകാം, കരച്ചിന്റെ അനുഭവങ്ങൾ ഉണ്ടാകാം, വേദനകൾ ഉണ്ടാകും. പക്ഷെ അതൊക്കെയും പലപ്പോഴും നമുക്ക് വേദനകൾ ഉണ്ടാക്കും. പക്ഷേ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, അധികം ഫലം നാം ഓരോരുത്തരും കായ്ക്കണമെന്ന്, അതെ, നമ്മിൽ നിന്ന് ഓരോരുത്തരിൽ നിന്ന് അധികം ഫലം പുറത്തു വരണമെന്ന് എന്ത് ചെയ്യുന്നു? ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 15-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു: എന്നിൽ കായ്ക്കത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് വെടുപ്പാക്കുന്നു. ഇവിടെ രണ്ട് കൊമ്പിനെ പറ്റി നമുക്ക് വ്യക്തമായി തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. കായ്ക്കുന്നതും കായ്ക്കാത്തതിനെ പറ്റി പറയുന്നു. കായ്ക്കാത്തതിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. അപ്പോൾ ഓൾറെഡി അതിനെ നീക്കിക്കളയുക. കാരണം അതിനകത്തുനിന്ന് ഒരു ഫലവും ഉണ്ടാകുന്നില്ല. അതേ സ്തോത്രം. പാഴാക്കി കളയാതിരിക്കേണ്ടതിനായിട്ട്, ഭൂമിയെ പാഴാക്കി കളയാതിരിക്കേണ്ടതിനായിട്ട് അവരെ നീക്കിക്കളയുന്നു. കാരണം എന്താ? ആ നീക്കിക്കളയുന്നത് എന്തിനാ വച്ചിരിക്കുന്നത്? തീക്ക് ഇരയായി തീരുമെന്ന് നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അതിനെ മാറ്റി വച്ചിരിക്കുന്നു. പലപ്പോഴും നാം പറയാറുണ്ട്, അയ്യോ മറ്റുള്ളവർക്ക് കഷ്ടതയില്ല, ഭാരമില്ല, പ്രയാസമില്ല, വേദനയില്ല, ദുഃഖമില്ല എന്നൊക്കെ പറയും. പ്രിയ ദൈവമക്കളെ, അവരെ നമുക്ക് ഓർത്ത് ഭാരപ്പെടേണ്ട. ദൈവം അതിൽ നിന്ന് ഫലം കാണുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കർത്താവ് അതിനങ്ങ് മാറ്റി വച്ചിരിക്കുക. എന്തിനാ മാറ്റി വച്ചിരിക്കുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നു. എന്നിൽ വസിക്കാത്തതിന് ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങി പോകുന്നു, ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തു പോകും. അപ്പൊ അത് ഓൾറെഡി തീക്ക് ഇരയാക്കേണ്ടതിനായിട്ട് ദൈവം അതിനെ മാറ്റി വച്ചിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ കഷ്ടതയും പ്രയാസമൊന്നും കാണത്തില്ല, അതോർത്ത് നാം ഭാരപ്പെടേണ്ട. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടതയും വേദനയും പ്രയാസവും ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പ്രിയ ദൈവ പൈതലെ, ഈ പ്രഭാതത്തിൽ ഉറച്ച് വിശ്വസിക്കാൻ ഞാനും നിങ്ങളും കാണാത്ത എന്തോ ഒരു ഫലം ദൈവം നമ്മൾ കാണുന്നുണ്ട്. ദൈവം നമ്മളിൽ നിന്ന് പുറത്തു വരുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചില വേദനകൾ, ചില കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന. കർത്താവ് നമ്മെ ചെത്തി വെടുപ്പാക്കിക്കൊണ്ടിരിക്കുക. സ്തോത്ര. ഹല്ലേലൂയ. നമുക്കറിയാം സ്തോത്ര, നമ്മൾ ഒരു വൃക്ഷം നട്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചെടി നട്ടുകഴിഞ്ഞാൽ ആ ചെടി കിളർത്തു അല്ലെങ്കിൽ വളർന്നു വരുവാനായിട്ട് തടസ്സമായിട്ട് അതിന്റെ ചുവട്ടിൽ നിൽക്കുന്നതിനൊക്കെ നാം എതിച്ചെന്ന് ഇടയ്ക്ക് ചെന്ന് അതിനെയൊക്കെ നാം കളകളെല്ലാം പറിച്ച് കളയുവാനായിട്ട് ഇടയത്തിന് അതിന്റെ ചുവടെല്ലാം നമ്മൾ ഒന്ന് മണ്ണ് ഇളക്കി ഇട്ട് കൊടുക്കും. അതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നാം വളം അതിലേക്ക് ഇട്ട് കൊടുക്കുവാനായിട്ട് ഇടയത്തിന്. കാരണം നാം അതിന്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്ന വളം അതിന്റെ വേരുകളിലേക്ക് ഇറങ്ങുവാനായിട്ട്, അതിന്റെ വേരുകളിലേക്ക് എത്തിയാൽ മാത്രമേ എന്ത് ചെയ്യുന്നു? അത് നല്ല ഫലപുഷ്ടിയായിട്ട് വളർന്നു വരുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇത് തന്നെയാണ് യേശു കർത്താവ്, അതേ സ്തോത്രം, തോട്ടക്കാരനായിരിക്കുന്ന യേശു കർത്താവ് നമ്മിലും ചെയ്യുന്നത്. സ്തോത്രം. നമ്മെ ഒന്ന് പണിതെടുക്കുവാനായിട്ട് ഇടയായിത്തീരുക. നമ്മൾ ഇടുന്നത്, അതായത് ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിലേക്ക് വ്യാപരിക്കുവാൻ തടസ്സമായി നിൽക്കുന്നതിനൊക്കെയാ കർത്താവ് എന്ത് ചെയ്തു? പറിച്ചു കളയുവാനായിട്ട് ഇടയായിത്തീരുക. ചില കൊമ്പുകളൊക്കെ കർത്താവ്
വെട്ടി മാറ്റിക്കളയുവാനായിട്ട് ഇടയായി തീരും. തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും വിശ്വാസത്തിലും നമുക്ക് വളർന്നു വരുവാനായിട്ട് തടസ്സമായി നിൽക്കുന്നതിനൊക്കെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുവാനായിട്ട് ഇടയായി തീരുമെന്ന് തിരുവചനത്തിൽ കാണുന്നു. ആ മാറ്റുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് വേദനകൾ ഉണ്ടാവുക. നാം ചിലരുമായിട്ട് ചില ബന്ധങ്ങളായിരിക്കാം. ചിലപ്പോൾ ദൈവം തമ്പുരെ ഒരു കൊമ്പിന്റെ ഒരു വൃക്ഷത്തിന്റെ കൊമ്പിന് നമുക്കറിയാം ആ വൃക്ഷത്തോട് ഒട്ടിയിരിക്കുന്നത് പറ്റിച്ചേർന്ന് നിൽക്കുന്നത്. അത് നമുക്ക് വെട്ടിക്കളയുമ്പോൾ അതിനകത്ത് നിന്ന് ചില നീരുകൾ വരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പാഴ്കൊമ്പിനെ ആ ശാഖയെ അവിടെ എന്ത് ചെയ്യുന്നത് നല്ല തോട്ടക്കാരും ഒരിക്കലും അവിടെ നിർത്തിക്കില്ല. കാരണം എന്താണ്? അത് ഫലം കായ്ക്കത്തില്ലെന്ന് മനസ്സിലാക്കി ഈ വൃക്ഷം നല്ല രീതി സ്ട്രോങ് ആയിട്ട് വളർന്നു വരേണ്ടതിന് വേണ്ടി അതിന് വെട്ടിക്കളയുവന്ന അനുഭവം ഉണ്ടാക്കുക. അതെ, അല്പസമയം വേദന ഉണ്ടാകും. ചിലപ്പോൾ നാം ആയിരിക്കുന്ന ചിലരുമായിട്ടുള്ള ചില ബന്ധങ്ങളെ ആയിരിക്കാം കർത്താവ് അങ്ങ് വെട്ടിക്കളയുന്ന. കാരണം ആ ബന്ധം നമ്മുടെ മേൽ നിൽക്കുമ്പോൾ നമുക്ക് അധികമായിട്ട് ഫലം കഴിക്കുവാനായിട്ട് കഴിയത്തില്ല. ക്രിസ്തുവിൽ വളരുവാനായിട്ട് കഴിയില്ല. ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ വളരുവാൻ കഴിയില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തെ നമുക്ക് രുചിച്ചറിയുവാനായിട്ട് കഴിയില്ല. ആ ഒരു ടൈമില് അതിനെ നീക്കിക്കളയുവാനായിട്ട് ഇടയായി തീരും. ആ ടൈമിൽ നമുക്ക് വേദന ഉണ്ടാകും, പ്രയാസം ഉണ്ടാകും, കണ്ണുനീരിന്റെ അനുഭവം ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും. അതേ സ്തോത്രം. ചുറ്റും കിളച്ച് ഇടുന്ന സാഹചര്യത്തില് എന്ത് ചെയ്യുന്നു, ചില മുറിവുകളൊക്കെ ജീവിതത്തിൽ കടന്നു വരും. പക്ഷേ തോട്ടക്കാരൻ അതോടുകൂടി കിളച്ചിട്ട് പോക്കിയല്ല, അതിന്റെ പുറത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മണ്ണെല്ലാം ഇളക്കി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് വളം ഇട്ട് കൊടുക്കും. ഇത് തന്നെയാണ് പ്രിയ ദൈവമക്കളെയും. ചിലതിനകത്ത് ചില വേദനയും പ്രയാസങ്ങളും ഉണ്ടാക്കുമെങ്കില ക്രിസ്തുവിന്റെ സ്നേഹത്തെയും കരുതന്നെ നമ്മുടെ മേൽ ഇട്ട് തരുവാനായിട്ട് ഇടയത്തീര. അത് നമ്മൾ കുടിച്ച് വളർന്ന് വലുതാകുവാനായിട്ട് ഇടയായി തീരുക. അത് സ്ട്രോങ് ആയിട്ട് ആ ക്രിസ്തുവെന്ന സ്തോത്ര അടിസ്ഥാനത്തിലേക്ക് നമ്മുടെ വേര് ആഴത്തിലേക്ക് ഇറങ്ങുവാനായിട്ട് ഇടയായി തീരുമ്പോ അത് നാം വലിച്ചു കുടിച്ചുകൊണ്ട് നാം എന്ത് ചെയ്യുന്നു, സ്ട്രോങ് ആയിട്ട് വളരുവാനായിട്ട് ഇടയായി തീരുക. ആർക്കും തടയാൻ പറ്റാത്ത രീതി നാം ഇതിന്ന് ഫലം പുറത്തു വരുവാനായിട്ട് ഇടയായി തീരുക. ഇവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അതെ, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ട ചെത്തി വെടുപ്പ്. അപ്പൊ കായ്ക്കുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്, ചെത്തി വെടുപ്പാക്കുന്നത്. നമ്മൾ പറയാറില്ലേ, എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ കർത്താവിന് വേണ്ടി ചെയ്യുന്നു, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, എന്നിട്ടാണല്ലോ കർത്താവേ ഹല്ലേലൂയ എന്റെ ജീവിതത്തിനകത്ത് ഇതൊക്കെ വരുന്നത്. പ്രിയ ദൈവമക്കളെ, നീ ഫലം കായ്ക്കുന്നുണ്ട്. നീ കർത്താവ് നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഈ ഒരു ഫലമല്ല, ഇതിനേക്കാൾ വലുതായ ഒരു ഫലം കർത്താവ് നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ചുകൂടി പ്രാർത്ഥിക്കുക, കുറച്ചുകൂടി ആരാധിക്കുക, കുറച്ചുകൂടി മറ്റുള്ളവർക്ക് ഫലം കൊടുക്കുവാനായിട്ട് ഹല്ലേലൂയ ചിലരെ കൂടി കർത്താവിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്ര. അതുകൊണ്ട് ചില ചെത്തലകൾ ഹല്ലേലൂയ അതേ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരുക. നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിനകത്ത് പറ്റിക്കിടക്കുന്ന ചിലതിനൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് അതിനകത്ത് നാം ഭാരപ്പെടേണ്ട, നാം ആകുലപ്പെടേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ യഥാർത്ഥമായി ക്രിസ്തുവിൽ വളരുവാൻ അവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ക്രിസ്തുവുമായിട്ടുള്ള സജീവ ബന്ധം നമുക്കുണ്ടായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നു, ആ കർത്താവ് നമ്മുടെ മേൽ പകർന്നു തരുന്നതിനെ ആ റൂട്ടിൽ നിന്ന് നമുക്ക് വലിച്ചു കുടിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, നീ അധികം ഫലം കായ്ക്കേണ്ടതിനെ ചെത്തി വെടിപ്പാക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. നാം അധികം ഫലം കായ്ക്കുന്നതിന് പിതാവ് മഹത്വപ്പെടുന്നുവെന്ന് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ഞാനും നിങ്ങൾ കാണാത്തൊരു ഫലം കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുമ്പോ ആ ഫലത്തിനൊത്തവണ്ണം ഞാനും നിങ്ങൾ കടന്നു വരേണ്ടതിന് ഒരു സ്തോത്രം. ഞാൻ പറഞ്ഞതുപോലെ ഒരു കൃഷിക്കാരൻ അല്ലെങ്കിൽ ഒരു തോട്ടക്കാരൻ ഒരു ചെടി നടന്ന ഒരു വ്യക്തിക്ക് അറിയാം. സ്തോത്ര. അല്പം ഫലം കായ്ച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വൃക്ഷം അതിനകത്ത് ഇച്ചിരി വളം ഇട്ടുകൊടുത്ത് അതിന്റെ ചുവടെല്ലാം ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഇത് അധികമായിട്ട് ഫലം കായ്ക്കുമെന്ന്. സ്തോത്ര. ഹല്ലേലൂയ. ആ ഒരു അനുഭവം, ആ ഒരു കാഴ്ചപ്പാട് ആ സ്തോത്ര തോട്ടക്കാരൻ കിട്ടിക്കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ വൃക്ഷത്തെ ഒന്ന് പണിയുവാനായിട്ട്. അല്ലാതെ ഒത്തിരി കൂട്ടത്തോടെ നിൽക്കുന്നത് കാണാം, അതിനെ ഒന്ന് തൊടില്ല. സ്തോത്ര. അതിനെ ദൃഷ്ടി പതിയുന്ന ചിലതിനെ, അത് കർത്താവിന്റെ ദൃഷ്ടി പതിയുന്ന ചിലത് കാണും. അതിനെ കർത്താവ് എന്ത് ചെയ്യും, അതിനെ ഒന്ന് തൊടുവാനായിട്ട് ഇടയെത്തിരും, അതിനെ ഒന്ന് പണിയുവാനായിട്ട് ഇടയെത്തിരും. ആ പണിയിൽ കൂടി അധികമായി ഫലം പുറത്തു വരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഇവിടെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. കൂടുതൽ ഫലം നാം കായ്ക്കേണ്ടത് പിതാവ് അവയെ ചെത്തി വെടിപ്പാക്കുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ക്രിസ്തുവിന്റെ ജീവൻ അവരിലേക്ക് വ്യാപരിക്കുവാൻ. ഹല്ലേലൂയ. അങ്ങനെ ഈ പ്രിയ ദൈവമക്കളെ
സ്തോത്ര. ക്രിസ്തുവിന്റെ ജീവൻ നമ്മിൽ വ്യാപരിച്ചാൽ മാത്രമേ നമുക്ക് ഫലം കായ്ക്കുവാനായിട്ട് കഴിയുള്ളൂ. ക്രിസ്തുവിന്റെ ജീവൻ നമ്മിലേക്ക് വ്യാപരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ക്രിസ്തുവിൽ വേരൂന്നി ജീവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നിൽ വസിക്കാതെ നമുക്ക് എന്ത് ചെയ്യുന്നു? കർത്താവിൽ വസിക്കാതെ നമുക്ക് സ്വയമായിട്ട് കായ്പാൻ കഴിയില്ല. അപ്പൊ കർത്താവിൽ വസിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നു? ഫലം കായ്ക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ആ ഫലം നിലനിൽക്കണമെങ്കിൽ സ്തോത്രം നാം കർത്താവിൽ വസിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ചില ചെത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ നമുക്കെല്ലാം ഫലം കായ്ക്കുന്നുണ്ട്, പക്ഷെ ഒരു ചെത്തലുകൾ അത് നമുക്ക് വേദന ഉണ്ടാക്കും. അത് നമ്മൾ ആരും ഇഷ്ടപ്പെടുകില്ല. പക്ഷേ ആ ഒരു അനുഭവത്തിൽ കൂടി കടന്ന് പുറത്തു വരുമ്പോൾ നാം പോലും അറിയാത്ത ചില വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് ഇടയത്തിൽ നാം മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നാം എല്ലാവരും ഫലം കായ്ക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. അത് വചനത്തിൽ കാണുന്നു. ഫലത്തെ നിഷ്ഫലമാക്കുന്ന ഏതിനെ ആയാലും കർത്താവ് അതിനെ നീക്കിക്കളയും. നമ്മുടെ നിന്ന് ഫലം പുറത്തു വരുവാൻ കഴിയാതെ വേണം. ഇല്ലെങ്കിൽ നമ്മുടെ ഫലത്തെ നിഷ്ഫലമാക്കുന്ന എന്ത് തന്നെ ആയിരുന്നാലും പ്രിയ ദൈവ പൈതലേ സ്തോത്രം, അത് എത്ര നമുക്ക് വേണ്ടതായിരുന്നാലും കർത്താവിനെ എന്ത് ചെയ്യുന്നു? അതിനെ നീക്കിക്കളയും. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയും. എന്നാൽ മാത്രമേ നമ്മുടെ ഫലം പുറത്തു വരികയുള്ളൂ എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്വർഗസ്ഥനായ എന്റെ പിതാവ് നട്ടിട്ടില്ലാത്തത് ഒക്കെയും വേരോടെ പറഞ്ഞു പോകും. നല്ല വൃക്ഷം നല്ല ഫലം കായ്ക്കുന്നു. അപ്പോ അതേ സ്തോത്രം, ഒരു ദൈവം നട്ടിട്ടുള്ളതിന്റെ കൂടെ നിൽക്കുന്ന ആകാത്ത ഫലം കായ്ക്കുന്നതിനൊക്കെയും എന്ത് ചെയ്യുന്നു? ദൈവം അതിന് ജീവിതത്തിൽ നട്ടുകളയും. അതിനെ പറയുന്നു വേരോടെ പറഞ്ഞു പോകും എന്ന് കാണുവാൻ സാധിക്കുന്നു. പക്ഷെ മറിച്ച് നല്ല വൃക്ഷം എന്ത് ചെയ്യുന്നു? നല്ല ഫലം കായ്ക്കുന്നു. ഹല്ലേലൂയ. പ്രിയതേ മക്കൾ, നമ്മൾ ഓരോരുത്തരും നല്ല വൃക്ഷമായിരുന്നു കൊണ്ട് നല്ല ഫലം കായ്ക്കണമെന്ന് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഈ പകൽക്കാല കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ചില വേദനകൾ, ചില മുറിവുകൾ, ചില ഒറ്റപ്പെടലുകൾ, ചില കയ്പിന്റെ അനുഭവങ്ങളൊക്കെ നിന്നെ തകർത്ത് കളയാനല്ല, അധികമായിട്ട് കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാനാ. അതേ സ്തോത്രം, നീ മറ്റുള്ള മുമ്പേ പ്രകാശിക്കുന്നതിന് വേണ്ടി എത്ര. ഹല്ലേലൂയ. ഇത് നമുക്ക് ഗലാത്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ജഡത്തിന്റെ പ്രവൃത്തികൾ, ആ ജഡത്തിന്റെ പ്രവൃത്തികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞാൽ മാത്രമേ അതിന്റെ താഴെ പറയുന്ന ആത്മാവിന്റെ ഫലം കായ്ക്കാനായിട്ട് കഴിയുള്ളൂ. നമുക്ക് ആത്മാവിന്റെ ഫലം കായ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവിടെ നമുക്ക് വ്യക്തമായി കാണുന്നു ജഡത്തിന്റെ പ്രവൃത്തികൾ ഒത്തിരിയുണ്ട്. ആ ജഡം പൊങ്ങി നിൽക്കുവാനായിട്ട് ഇടയായി തീരുമ്പോൾ ആത്മാവിന്റെ പ്രവൃത്തികൾക്ക് കയറി വരുവാനായിട്ട് കഴിയത്തില്ല. ആത്മാവിന്റെ പ്രവൃത്തിയെ മരിപ്പിച്ചു കളയുവാനായിട്ട് ഇടയെത്തിരി. കാരണം എന്താ? ജഡത്തിന്റെ പ്രവൃത്തികൾ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വവശം, ഇതെല്ലാം നമുക്കവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കും. ഇതെല്ലാം വച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? ആത്മാവിന്റെ ഫലമായ നമുക്ക് അസൂയ വച്ചുകൊണ്ട്, പക വച്ചുകൊണ്ട് നമുക്ക് ഒരാളിനെ സ്നേഹിക്കുവാനായിട്ട് കഴിയത്തില്ല. അതേ സ്തോത്രം, ഒരാളോട് സമാധാനത്തോട് ആയിരിക്കാൻ കഴിയില്ല. വിദ്വേഷങ്ങൾ വച്ചുകൊണ്ട് നമുക്ക് ദീർഘക്ഷമയോട് അവരോട് നിൽക്കാനായിട്ട് കഴിയത്തില്ല. അപ്പൊ ഈ ആത്മാവിന്റെ ഫലം സ്തോത്രം നമ്മിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ നമ്മുടെ പുറത്ത് വ്യാപരിച്ചു നിൽക്കുന്ന ജഡത്തെ സ്തോത്ര ദൈവത്തിൽ നീക്കിക്കളയണം. ഹല്ലേലൂയ. സ്തോത്ര. നമ്മുടെ ജഡം എപ്പോഴും പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുക, നമ്മുടെ ജഡം എപ്പോഴും പൊങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കാതിരിക്കുമ്പോൾ, കർത്താവിന് വേണ്ടി ജ്യോതിഷ പോലെ പ്രകാശിക്കാതിരിക്കുക, ജഡം എപ്പോഴും പിടിച്ചു ഒതുക്കുവാനായിട്ട് നോക്കുമ്പോ ജഡത്തെ അതിന്റെ ജഡാഭിലാഷം പാപത്തിന് തിരുവചനത്തിൽ കാണുന്നു. ജഡാഭിലാഷം ആത്മാവിന്, ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നെന്ന് കാണുവാൻ സാധിക്കുന്നു. അപ്പൊ എപ്പോഴും ജഡത്തോട് ആത്മാവിനോട് പോരാടുന്ന ഒരു ജഡമുണ്ട്. ആ ജഡത്തെ ക്രൂശിച്ചാൽ മാത്രമേ, ആ ജഡത്തെ നമ്മുടെ ജീവിതത്തിനകത്തുനിന്ന് മാറ്റിക്കളഞ്ഞാൽ മാത്രമേ ആത്മാവിന്റെ ഫലം പുറത്തു വരുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. എന്നാൽ മാത്രമേ ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിലേക്ക് അധികമായി വ്യാപരിച്ചുകൊണ്ട് ആത്മാവ് വളർന്നു വരുവാനായിട്ട് കഴിയത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ആത്മാവിന്റെ ഫലം കായ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന പക, പിണക്കം, ഇതൊക്കെ വച്ചുകൊണ്ട് സ്തോത്രം ഒരിക്കലും പ്രിയ ദൈവമക്കളെ സ്തോത്രം നമുക്ക് ഫലം കായ്ക്കുവാൻ കഴിയില്ല. ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ സ്വനിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആത്മാവിന്റെ ഫലം പൊട്ടി പുറത്തു വരുവാൻ തടസ്സമായിട്ട്, ആത്മാഭിലാഷത്തിൽ ഒത്തവണ്ണം വളർന്നു വരുവാൻ കഴിയാതെ വേണ എന്നിൽ പൊങ്ങി നിൽക്കുന്ന, എന്റെ ജീവിതത്തിനകത്തുനിന്ന് കയറി വരുന്ന ഹല്ലേലൂയ ജഡാഭിലാഷത്തെ ഒന്ന് ക്രൂശിക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിച്ചു തുടങ്ങുക. ഹല്ലേലൂയ.
പ്രിയതേ മക്കളെ, ജഡം പ്രബലപ്പെട്ടിരിക്കുമ്പോൾ സ്തോത്ര ഒരിക്കലും ആത്മാവിന് നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. ജഡം എപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മരിക്കുവാൻ തുടങ്ങുന്നുവോ അവിടെ ആത്മമനുഷ്യൻ വളർന്നു വരുവാനായിട്ട് ഇടയെത്തില്ല. അതുകൊണ്ട് വചനത്തിൽ പറയുന്നത് സ്തോത്ര ഹല്ലേലൂയ, ഞാൻ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. സ്തോത്രം. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടി നമുക്ക് ക്രൂശിക്കുവാനായിട്ട് കഴിയണം. ഹല്ലേലൂയ. അവിടെ ഒരു ക്രൂശീകരണം നടക്കുമ്പോഴാണ് സ്തോത്ര അതേ ആത്മാവ് നമ്മളിൽ പ്രബലപ്പെട്ടു വരുന്നത്. സ്തോത്ര. ആത്മാവ് നമ്മിൽ ശക്തിപ്പെടുന്നത്. ആത്മാവ് നമ്മിൽ ശക്തിപ്പെടുവാനായിട്ട് ഇടയെത്തിരുമ്പോ ആത്മാവിന്റെ ഫലം നാം പോലും അറിയാതെ നാം മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് തുടങ്ങുക. നാം മറ്റുള്ളവരുടെ നന്മകളിൽ സന്തോഷിക്കുവാനായിട്ട് തുടങ്ങുക. മറ്റുള്ളവരുടെ സമാധാനത്തോട് ഇടപെടുവാൻ തുടങ്ങുക. മറ്റുള്ള തെറ്റുകൾ ചെയ്യുമ്പോഴും അവരോട് നമുക്ക് ദീർഘക്ഷമയോട് അവരോട് ക്ഷമിക്കുവാനായിട്ട് കഴിയും. നാം ഇടപെടുന്ന എല്ലാ കാര്യത്തിലും വിശ്വസ്തയോടായിരിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അതേ സ്തോത്രം. പ്രിയതേ മക്കളെ, ഈ പകൽക്കാലം നാം ചിന്തിക്കുക സ്തോത്ര നമ്മുടെ ജീവിതത്തിനകത്ത്. ഹല്ലേലൂയ. ലോകമോഹം, ജഡമോഹം, കൺമോഹം, ഈ കൺമോഹമൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യുന്നു? അതേ സ്തോത്രം, വിശ്വസ്തയോടെ ഇരിക്കാൻ കഴിയില്ല. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടണം. അപ്പോൾ നമുക്ക് കരത്തിൽ കിട്ടുന്ന എന്തിലും നമുക്ക് എന്ത് ചെയ്യുന്നു? വിശ്വസ്തത പുലർത്തുവാൻ കഴിയില്ല. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുക. അതേ സ്തോത്രം. ഹല്ലേലൂയ. നമ്മളിൽ ജഡത്തിന്റെ പ്രവൃത്തികളാണോ മുൻപന്തി നിൽക്കുന്ന? ആത്മാവിന്റെ പ്രവൃത്തികളാണോ? ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതേ ആത്മാവിന്റെ ഫലമുള്ളവരായി നല്ല ജ്യോതിസുകളായിട്ട് ഞാൻ നിങ്ങൾ പ്രകാശിക്കണമെന്നത്ര. സ്തോത്രം. അതിനാ കർത്താവ് നമ്മെ ചെത്തി വെടിപ്പാക്കുന്നത്. സ്തോത്ര. വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, മാനസാന്തരത്തിന് യോഗ്യമായി ഫലം കായ്ക്കണമെന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്ര. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചിലപ്പോൾ ഫലം കായ്ച്ചവരായിരിക്കും. പക്ഷേ കർത്താവ് വീണ്ടും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അധികമായിട്ട് ഞാനും നിങ്ങളും സ്തോത്രം മാനസാന്തരത്തിന് ഓരോ ദിവസവും നമുക്ക് തിരുവചനത്തിൽ മത്തായി 3:8 കാണുന്നു, മാനസാന്തരത്തിന് യോഗ്യമായി ഫലം കഴിപ്പി. ഇതാ ഞാൻ പറഞ്ഞു, ഓരോ ദിവസവും കഴിയുന്തോറും നമ്മുടെ ജഡത്തെ ക്രൂശിച്ചുകൊണ്ട് മാനസാന്തരപ്പെട്ടുകൊണ്ട് നാം ഇരിക്കുവാനായിട്ട് ഇടയായി തീർണം. സ്തോത്രം. അതെ, ആ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോ അതേ മാനസാന്തരത്തിന് യോഗ്യമായിരിക്കുന്ന ഒരു ഫലം എന്നിലും നിങ്ങളിൽ നിന്നും പുറത്തു വരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അവിടെ തിരുവചനത്തെ അടുത്ത് കാണുന്നു, ആകെ അവയുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഫലത്താലാണ് എന്ത് ചെയ്യുന്നത്? തിരിച്ചറിയുവാൻ കഴിയുന്നത് എന്ന് മത്തായി 7-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷം ആകാത്ത ഫലം കായ്ക്കുന്നു. സ്തോത്രം. ഈ പ്രഭാതത്തിൽ ചിന്തിച്ചു നോക്കാം, നല്ല വൃക്ഷമാണോ? അതേ സ്തോത്രം. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്? അല്ല, നല്ല വൃക്ഷമായിരുന്നു കൊണ്ട് നല്ല ഫലം, മറ്റുള്ളവർക്ക് മധുരം കൊടുക്കുന്ന, മറ്റുള്ളവർക്ക് ടേസ്റ്റ് കൊടുക്കുന്ന, മറ്റുള്ളവർക്ക് സ്തോത്രം സ്വാദ് കൊടുക്കുന്നതായ നല്ല ഫലം, തണൽ കൊടുക്കുന്ന ഒരു വൃക്ഷമായിട്ടാണോ നമ്മൾ കടന്നു വരുന്നത് എന്ന് ഈ പകൽക്കാലം നാം ചിന്തിച്ചു നോക്കുക. അവിടെ വചനത്തിൽ നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിൽ ഇടുന്നു, ആകയാൽ അവരുടെ ഫലത്തെയാൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. സ്തോത്രം. പ്രിയതേ മക്കളെ, സ്തോത്രം. ലോകം നമ്മെ നോക്കുമ്പോ നമ്മൾ നല്ല ഫലം കായ്ക്കുന്നവരെന്ന് പറയുവാനായിട്ട് ഇടയായി തീർണമെങ്കിൽ നാം നല്ല ഫലത്തിന് ഉടമയായി തീരണം. അവിടെ കാണുമ്പോൾ നമ്മുടെ ഫലത്താൽ. ഹല്ലേലൂയ. സ്തോത്രം. ജഡം നമ്മളെ മേൽ ആരെങ്കിലും നമ്മോട് എന്തെങ്കിലും പറയുമ്പോൾ നാം പെട്ടെന്ന് അവരോട് ദേഷ്യപ്പെട്ട് കയർത്ത് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ലോകം മനസ്സിലാക്കും നാം ഏത് ഫലത്തിന്റെ ഉടമയാണ്. അതാ വചനത്തിൽ പറയുന്നത്, അവരുടെ ഫലത്താൽ. നമുക്ക് ചിലതിനോട് ക്ഷമിക്കുവാൻ കഴിഞ്ഞാൽ, ചിലതിനെ വിട്ടുകളയുവാൻ കഴിഞ്ഞാൽ, ചിലതിന്റെ ഇടത്ത് സമാധാനത്തോടെ നിൽക്കുവാൻ കഴിഞ്ഞാൽ, പ്രിയ ദൈവമക്കളെ സ്തോത്ര, ലോകം നമ്മെ തിരിച്ചറിയും. ഹല്ലേലൂയ. നാം ആരാണെന്ന്. ഹല്ലേലൂയ. നമ്മുടെ ഫലത്താൽ ലോകം നമ്മെ തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീരും. വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, കർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതേ സ്തോത്രം, നല്ല ഫലമുള്ളവരായിട്ട് ജീവിക്കണമെന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ, കർത്താവിന് ഇഷ്ടമായിട്ടുള്ളത് എന്ന് പറയുന്നത് നാം എന്ത് ചെയ്യുന്നത്? നല്ല ഫലമുള്ളവരായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കണമെന്നത്രേ. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവമക്കളെ,
ഇവിടെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷിച്ചു പറയുന്നതാ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. സ്തോത്ര ഹല്ലേലൂയ. നാം കർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് നാം വെളിച്ചത്തിന്റെ ഫലമുള്ളവരായിട്ട് നടക്കണം എന്ന് സ്തോത്ര എഫേസ്യർ 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടക്കുവേ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. അപ്പൊ വെളിച്ചത്തിന്റെ ഫലം എന്തെന്ന് അവിടെ വചനത്തിൽ വ്യക്തമായി പറയുന്നു. സൽഗുണം, നീതി, സത്യമല്ലോ. ഹല്ലേലൂയ. ഈ പ്രഭാതത്തെ പ്രിയ ദൈവമക്കളെ സ്തോത്രം. സത്യത്തിന്റെ ആത്മാ നമ്മെ വഴി നടത്തുവാനായിട്ട് ഇടയത്തിരുമ്പോ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന സ്തോത്രം വെളിച്ചത്തിന്റെ ഫലം ഉള്ളവരായിരിക്കണമെന്നാ. ഇരുളിന്റെ ഫലമാണ് ഞാൻ പറഞ്ഞല്ലോ ജഡത്തിൻ്റെത്. അപ്പൊ ഒരിക്കലും കർത്താവ് അതേ സ്തോത്രം നമുക്ക് വേണ്ടി അവസരത്തുള്ള രക്തവരെ ചിന്തി നമ്മെ വീണ്ടെടുത്ത കർത്താവ് നമ്മൾ ഇരുളിന്റെ ഫലം കായ്ക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നാം വെളിച്ചത്തിന്റെ ഫലം കായ്ക്കണമെന്ന്. കാരണം ഇരുളിന്റെ അന്ധകാരത്തിൽ കിടന്ന നമ്മളെ കർത്താവ് നമ്മെ വിളിച്ച് തന്റെ സ്വന്തം രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാക്കി വച്ചിരിക്കുമ്പോ പ്രിയ ദൈവ പൈതലെ, ഞാനും നിങ്ങളും കർത്താവിന് വേണ്ടി കൊള്ളാവുന്നുള്ള വെളിച്ചത്തിന്റെ ഫലം കായ്ക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്ര. അത് ഫിലിപ്പിയർക്കെതിരെ ലേഖനത്തിൽ കടന്നു വരുമ്പോ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 1:11 കാണുന്നു, ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി യേശു ക്രിസ്തുവിന് നീതിഫലം നിറഞ്ഞവരുമായി തീരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു നീതിയുടെ ഫലം, വെളിച്ചത്തിന്റെ ഫലം. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട്, പുകഴ്ചയ്ക്കായിട്ട്. സ്തോത്രം. നമ്മിൽ നിന്ന് ഒരു നീതിയുടെ ഫലം പുറത്തു വരുമ്പോ പ്രിയ ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം സന്തോഷിക്കുവാനായിട്ടിടയത്തിലും മഹത്വപ്പെടുവാനായിട്ടിടയത്തിലും പുകഴ്ചയുണ്ടാകുവാനായിട്ടിടയത്തിലും. അതിനാൽ യേശു ക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരെ വരണം. കർത്താവ് നീതിഫലമുള്ളവനായിരുന്നു. സ്തോത്ര. അവനിലൊരു കുറ്റമാർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞില്ല. കുറ്റം വിധിച്ചവരൊക്കെ പിന്നെ പറഞ്ഞു, ഇവനിലൊരു കുറ്റവും ഞാൻ കാണുന്നില്ല, ഇവൻ നീതിമാനാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആ ക്രിസ്തുവിനാലാണ് നീതിഫലം കായ്ക്കുന്നവരായിട്ട് ഞാനും നിങ്ങൾ തീരണം. അപ്പോഴാണ് സ്തോത്ര സ്വർഗത്തിലെ പിതാവ് മഹത്വപ്പെടുകയും പുകഴ്ചയ്ക്കും കാരണമായി തീരുവാനായിട്ട് ഇടയായി തീരുന്നത്. ആ ഒരു അനുഭവത്തിൽ നാം ഫലം കായ്ക്കുമ്പോഴാണ് ഇവിടെ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ ആകും. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവമക്കളെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം ഓരോരുത്തരും അധികം ഫലം കായ്ക്കണമെന്നത്രേ. ആ അധികം ഫലം കായ്ക്കേണ്ടതിന് കർത്താവ് നമ്മെ വെടിപ്പാക്കും. കാരണം എന്താ? ക്രിസ്തുവിന്റെ ജീവൻ, ക്രിസ്തുവിന്റെ സ്നേഹം ഹല്ലേലൂയ നമ്മിലേക്ക് വ്യാപരിക്കുവാനായിട്ട് തടസ്സമായി നിൽക്കുന്നതിനൊക്കെ കർത്താവ് പതുക്കെ അങ്ങ് ചെത്തിക്കളയാം. അവിടെ നമുക്ക് വേദന ഉണ്ടാകും, മുറിപ്പെടുത്തുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ആ മുറിവിനെ ഉണക്കുന്ന ഒരു കർത്താവുണ്ട്. ആ വേരുകൾക്ക് പുതുജീവൻ കൊടുക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ആ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവന്നിട്ട് കർത്താവ് നമ്മെ സ്തോത്രം അധികം ഫലമുള്ളവരാക്കി നമ്മെ നിർത്തും. ഹല്ലേലൂയ. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നീതി ഫലമുള്ളവരായിട്ട്, വെളിച്ചത്തിന്റെ ഫലമുള്ളവരായിട്ട്, കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ അധികം ഫലമുള്ളവരായിട്ട്, മാനസാന്തരത്തിന് യോഗ്യമായി ഫലം കാച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തേണ്ടതിനായി നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ അന്ത്യകാലഘട്ടത്തിൽ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന സ്തോത്രം സകല സത്യവും നീതിയും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ട് നീതിയുടെ ഫലം കൊയ്യണമെന്നത്രേ. വെളിച്ചത്തിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു വരണം എന്നത്രേ. സ്തോത്രം. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? അപ്പാ, അധികം ഫലം കായ്ക്കേണ്ടതിന് തടസ്സമായിട്ട്, ക്രിസ്തുവിന്റെ ജീവൻ എന്നിലേക്ക് വ്യാപരിക്കുന്നതിന് തടസ്സമായിട്ട് എന്നെ നിൽക്കുന്നവരൊക്കെയും ഒന്ന് ചെത്തി മാറ്റണമേ എന്നൊരു പ്രാർത്ഥനയോട് കൂടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹല്ലേലൂയ. പ്രിയതേ മക്കളെ സ്തോത്രം. നമ്മിൽ ഉള്ള ചില വെളിച്ചങ്ങളുണ്ട്. അവിടെ നമുക്ക് തിരുവചനത്തിൽ കാണുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്ത് അതേ ജീവിതത്തിന്റെ അർദ്ധരാത്രിയുടെ സമയത്ത്
പൗലോസും ശീലാസും ദൈവത്തെ ആരാധിച്ച് പാടി മഹത്വപ്പെടുത്തി. അല്പസമയം കഴിയുമ്പോൾ അവിടെ നടന്ന വിടുതല്ലേ. കാരാഗ്രഹ പ്രമാണി വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എനിക്ക് വെളിച്ചത്തിന് വേണ്ടി അവരകത്തേക്ക് ഓടിക്കേറി വന്നു. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, നീ നിൽക്കുവാനായിട്ട് ഇടയായി തീർന്ന നിന്നിൽ പകർന്നിരിക്കുന്ന വെളിച്ചം ലോകത്തിലേക്ക് പ്രകാശിക്കുന്ന ഒരു ടൈമുണ്ട്. സ്തോത്രം. ലോകം കാണുന്ന ഒരു ടൈമുണ്ട്. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചുകൊണ്ട് പൗലോസിന്റെ ശീലാസിന്റെ മുമ്പിൽ വീണു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അതേ സ്തോത്ര. ഹല്ലേലൂയ. നീ നിന്നിൽ പകർന്നുന്ന വെളിച്ചത്തെ ഇരുളിന്റെ പ്രവൃത്തികൾ കൊണ്ട് നിഷ്ഫലമാക്കാതെ ഇരുന്ന നിന്നിലുള്ള വെളിച്ചം തേടി അനേകം പേർ നിന്റെ അടുക്കിലേക്ക് വരുവാനിടയത്തിനും നിനക്ക് അനേകം പേർക്ക് ആ വെളിച്ചം നീതിയുടെ ഫലമായിരിക്കുന്ന ആ വെളിച്ചത്തെ ഹല്ലേലൂയ അനേകം പേരിലേക്ക് ഇരുളി തപ്പിത്തടയുന്ന അന്ധകാരത്തിൽ കിടക്കുന്ന പാപത്തിന്റെ അധീനതയിൽ കിടക്കുന്ന അനേകം പേർക്ക് ആ വെളിച്ചത്തെ ഒന്ന് പകർന്നു കൊടുക്കുവാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. ആഗ്രഹിക്കുന്നില്ലേ അധികം ഫലം കായ്ക്കണമെന്ന്? കർത്താവിന് വേണ്ടി പലപ്പോഴും ഒന്ന് കൂടുതലായി നിൽക്കണം, കൂടുതലായി ഒന്ന് പ്രവർത്തിക്കണം, കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? പക്ഷേ ജഡം അതിനനുവദിക്കാതിരിക്കുമ്പോ ഈ പകൽക്കലം ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിക്കേണ്ടതിനായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കേ. ജഡം മരിക്കട്ടെ, ആത്മാവ് ഉയരട്ടെ. ഹല്ലേലൂയ. ജഡം മരിക്കട്ടെ. ഹല്ലേലൂയ. ആത്മാവ് ഉയർത്തെഴുന്നേൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഒരു നീതിയുടെ ഫലം കൊയ്യുന്നതിന് തടസ്സമായി, വെളിച്ചത്തിന്റെ ഫലം നമ്മിൽ നിന്ന് പുറത്തു വരുന്നതിന് തടസ്സമായി, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം പുറത്തു വരുന്നതിന് തടസ്സമായി, അതേ ആത്മാവിന്റെ ഫലം എന്നിൽ നിന്ന് നിങ്ങളിൽ നിന്ന് പുറത്തു വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന സകല ജഡത്തെയും ഹല്ലേലൂയ, കൺമോഹത്തെയും ഹല്ലേലൂയ, അതേ ജീവിതത്തിന്റെ പ്രതാപത്തെയും സ്തോത്ര ഈ പകൽക്കാലം ക്രൂശിച്ചുകൊണ്ട് അതേ സ്തോത്രം ഒന്ന് ചെത്തി വെടുപ്പാക്കേണ്ടതിനായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കേ. പ്രിയതേ മക്കളെ, നീ അധികം ഫലം കായ്ക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. എത്രയോ പ്രാവശ്യം ചുവട്ടിന്റെ ഹല്ലേലൂയ വെട്ടിക്കളയുവാൻ കൊടാലിയുമായി വന്നപ്പോഴും കർത്താവ് മധ്യസ്ഥനായിട്ട് നിന്നു. ഒരു വർഷം കൂടെ നിൽക്കട്ടെ, ഫലം തന്നെങ്കിലോ ഫലം തന്നിലേക്ക് വെട്ടിക്കളയാമെന്ന്. ഹല്ലേലൂയ. അതേ സ്തോത്രം. നീ കാണാത്ത ഒരു ഫലം കർത്താവ് നിന്റെ മേൽ കാണുന്നുണ്ട്. അങ്ങനെ ഈ പൽക്കാലം വീണ്ടും വീണ്ടും നാം അകന്നു പോകിയല്ല, ഇങ്ങനെയൊക്കെ മതിയെന്ന് പറഞ്ഞ് ഒതുങ്ങിയിരിക്കുവാനല്ല. പ്രിയ ദൈവ പൈതലേ, എന്നിലും നിങ്ങളിലുമുള്ള ഫലം പുറത്തു വരണമോ? നാ കർത്താവിൽ വസിക്കണം. സ്തോത്രം. അതിന് ചില പണികൾ ഉണ്ട്. ഹല്ലേലൂയ. അതിലേക്ക് ഈ പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കേ. കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അധികം ഫലം കായ്ക്കണമെന്നത്രേ. അങ്ങനെയെങ്കിൽ കർത്താവിന് വേണ്ടി അധികം ഫലം കായ്ച്ചുകൊണ്ട് പിതാവ് നമ്മിൽ മഹത്വപ്പെടുവാൻ, പിതാവിന്റെ പുകഴ്ചയ്ക്കും മഹത്വത്തിനുമായിട്ട് നാം ഓരോരുത്തരും കാരണമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്നതുകൊണ്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും അധികം ഫലം കായ്ക്കണം എന്നാണല്ലോ. ആ അധികം ഫലം കായ്ക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ആകാത്തതൊക്കെ ഞങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റി കർത്താവേ, അപ്പാ നീതിയുടെ ഫലം കായ്ക്കുന്നവരായി, വെളിച്ചത്തിന്റെ ഫലം കായ്ക്കുന്നവരായിട്ട് കർത്താവേ, മാനസാന്തരത്തിന് യോഗ്യമായി ഫലം കായ്ക്കുന്നവരായി തീരുവ. അങ്ങയുടെ ദൈവത്തിന്റെ നാമത്തിന് പുകഴ്ചയ്ക്കും മഹത്വത്തിനും കാരണമായി തീരുവ. നീതിയുടെ ഫലം ഞങ്ങൾ കൊയ്യുവാൻ സ്വർഗത്തിലെ ദൈവ ഞങ്ങൾ ഓരോരുത്തരെ സഹായിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ ജീവൻ ഞങ്ങളിലേക്ക് വ്യാപരിക്കുവാൻ തടസ്സമായി നിൽക്കുന്നതൊക്കെയാ ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന് മാറ്റിക്കളഞ്ഞിട്ട് കർത്താവേ, ക്രിസ്തു എന്ന വേരിലേക്ക് കർത്താവേ, അപ്പാ ഞങ്ങളുടെ വേരുകൾ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ കർത്താവേ, അങ്ങിൽ വസിച്ചു കൊണ്ട് അധികം ഫലം കായ്ക്കുക. അപ്പാ ദൈവം ഞങ്ങൾ ഓരോരുത്തരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ സ്തോത്ര. രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്നവരെ ഈ വചനത്താൽ ഉറപ്പിക്കണമേ. അപ്പാ ഈ കഷ്ടത എന്നെ തകർക്കുവാനല്ല, ഈ രോഗം എന്നെ തകർക്കുവാനല്ല, ഈ ഭാരം എന്നെ വേദനിപ്പിക്കുവാനല്ല, മറിച്ച് എന്നിൽ നിന്നൊരു ഫലം പുറത്തു വരുവാനാണെന്നൊരു തിരിച്ചറിവ് ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ നാമത്തെ തന്റെ ജനത്തിന്റെ മേൽ ഇപ്പൽക്കാലം വെളിപ്പെടട്ടെ കർത്താവേ. അവർ തിരിച്ചറിയട്ടെ, എന്നിലൊരു ഫലമുണ്ട്, എന്നിലൊരു ഫലമുണ്ട്, ആ ഫലം പുറത്തു വരേണ്ട ടൈമായി എന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ ദൈവം സഹായിക്കേ. നമ്മുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനാ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.